വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ന് ദില്ലിയിലെ സൈനിക ആശുപത്രിയിൽ സമ്പൂർണ്ണാരോഗ്യ പരിശോധന നടത്തും. പുൽവാമ സ്ഫോടനത്തിൽ പാകിസ്ഥാനുള്ള പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ഇന്ത്യയ്ക്ക് ലഭിച്ചു. രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ഇന്ത്യ സജീവമാക്കി. കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ അമൃത്സർ വഴി ദില്ലിയിലെത്തിച്ചു. 3 ദിവസത്തോളം പാക് പിടിയിലായിരുന്ന അഭിനന്ദന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കും. വ്യോമസേനയുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് അഭിനന്ദൻ. അതേസമയം പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം തുടരുന്നത് ഇന്ത്യ ഗൗരവമായി കാണുന്നു. രാജ്യാന്തര അതിർത്തിയിൽ പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. ആവശ്യമെങ്കിൽ വീണ്ടും പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മുകാശ്മീർ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് ഇന്നും തുടരും. പുൽവാമ സ്ഫോടനത്തെക്കുറിച്ച് NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. ജെയ്ഷെ മുഹമ്മദിനെതിരായ കൂടുതൽ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇത് രാജ്യാന്തര സമൂഹത്തിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്തിന്റെ അഭിമാനം ആവോളം ഉയർത്തി അഭിനന്ദൻ വർദ്ധമാൻ മാതൃരാജ്യത്തിൽ തിരികെ എത്തിയിരിക്കുന്നു. പാക് പട്ടാളത്തിന്റെ പിടിയിൽപ്പെട്ടപ്പോഴും തലകുനിക്കാത്ത അഭിനന്ദന്റെ രാജ്യസ്നേഹം ഓരോ ഇന്ത്യക്കാരനും അഭിമാനം പകരുന്നു. രാജ്യത്തിന് കാവലായി അഭിനന്ദൻ വർദ്ധമാൻ വീണ്ടും പോർവിമാനം പറത്തുന്ന കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് ഇനി രാജ്യം. അവൻ ധീരൻ, യഥാർത്ഥ സൈനികൻ. അവനെക്കുറിച്ചോർത്ത് അഭിമാനം മാത്രം. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ പിതാവ് സിംഹക്കുട്ടി വർദ്ധമാന്റെ വാക്കുകൾ ഒരു രാജ്യത്തിന്റെ ശബ്ദമായി മുഴങ്ങുന്നു. തന്റെ പോർവിമാനം വീണത് പാകിസ്ഥാനിലാണെന്നറിഞ്ഞപ്പോഴും പതറിയില്ല. ജീവിതവും മരണവും തമ്മിൽ ഒരു വെടിയുണ്ടയുടെ അകലം. എന്നാൽ അഭിനന്ദന്റെ കണ്ണുകൾ ആദ്യം തേടിയത് രക്ഷയ്ക്കുള്ള വഴിയായിരുന്നില്ല. ദൗത്യം തെളിയിക്കുന്ന രേഖകൾ നശിപ്പിക്കുന്നതെങ്ങനെയെന്നായിരുന്നു അഭിനന്ദന്റെ ചിന്ത. ആർക്കും ലഭിക്കാതിരിക്കാൻ അയാൾ മാപ്പും മറ്റു രേഖകളും വിഴുങ്ങി. ഒരു തെളിവും ബാക്കി വച്ചില്ല. അഭിനന്ദനെ പാക് പട്ടാളം ചോദ്യം ചെയ്ത ദൃശ്യങ്ങൾ കണ്ടവർക്കറിയാം ആ ധീരന്റെ കരുത്ത്. ഞാനെന്തിന് നിങ്ങളോട് ഇതൊക്കെ പറയണമെന്ന് പാക് മേജറോട് മുഖത്തു നോക്കി അഭിനന്ദൻ ചോദിച്ചു. ശത്രുവിന് മുന്നിൽ താൻ തളർന്നുപോയാൽ ഒരു രാജ്യത്തിന്റെ അഭിമാനം ചവിട്ടിമെതിക്കപ്പെടുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഇനിയും പുൽവാമ ആവർത്തിക്കരുതെന്ന നിശ്ചയദാർഢ്യവുമായാണ് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ ആക്രമിക്കാൻ വന്ന F-16 വിമാനങ്ങളെ അഭിനന്ദൻ തുരത്തിയോടിച്ചത്. അച്ഛന്റെ മാതൃക പിൻപറ്റി വ്യോമസേനയിൽ ചേർന്ന അഭിനന്ദൻ 2004 മുതൽ യുദ്ധവിമാനങ്ങൾ പറത്തി തുടങ്ങി. വ്യോമാഭ്യാസ പ്രകടനങ്ങളിൽ വിദഗ്ധനായ അഭിനന്ദൻ പ്രതിസന്ധിയിലും രാജ്യത്തിന്റെ പ്രതീക്ഷ കാത്തു. അസാമാന്യ ധീരതയോടെ രാജ്യത്തിനായി പോരടിച്ച അഭിനന്ദൻ ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. ഞങ്ങൾ കാത്തിരിക്കുന്നു. രാജ്യത്തിന് ആകാശകാവലൊരുക്കി നിങ്ങൾ വീണ്ടും പോർവിമാനം പറത്തുന്ന ആ മുഹൂർത്തത്തിനായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. LDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കേരള സംരക്ഷണ യാത്രകൾക്ക് ഇന്ന് തൃശൂരിൽ സമാപനമാകും. ചരിത്രം സൃഷ്ടിക്കുന്ന ജനമുന്നേറ്റമായി മാറാൻ ഒരുങ്ങുകയാണ് LDF ജാഥകൾ. 1,00,000 പേരുടെ റാലിയോടെ നടക്കുന്ന സംരക്ഷണ യാത്രകളുടെ സമാപനം ചരിത്ര സംഭവമാക്കാൻ സാംസ്കാരിക ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ, വികസനം, സമാധാനം, സാമൂഹ്യ പുരോഗതി, ജനപക്ഷം, ഇടതുപക്ഷം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് തിരുവനന്തപുരത്തു നിന്നും മഞ്ചേശ്വരത്തു നിന്നുമായി LDFന്റെ കേരള സംരക്ഷണ യാത്രകൾ ആരംഭിച്ചത്. തെക്കൻ മേഖലാ യാത്ര CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വടക്കൻ മേഖലാ യാത്ര CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമാണ് നയിക്കുന്നത്. യാത്രകളുടെ സമാപനം വിജയിപ്പിക്കാൻ മുന്നൊരുക്കങ്ങളെല്ലാം LDF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുണ്ട്. യാത്രകളുടെ സന്ദേശവുമായി ജില്ലയിൽ 3 ദിവസം നീണ്ട വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിച്ചു. 1,00,000 പേരുടെ റാലിയോടെ വൈകിട്ട് 4-ന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് കേരള സംരക്ഷണ യാത്രകൾ സമാപിക്കുന്നത്. സമാപന സമ്മേളനം മുഖ്യമന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജാഥ ക്യാപ്റ്റന്മാരായ കോടിയേരി ബാലകൃഷ്ണൻ, കാനം രാജേന്ദ്രൻ, ജാഥ അംഗങ്ങൾ എന്നിവർക്ക് പുറമെ LDF സംസ്ഥാന നേതാക്കളും മന്ത്രിമാരും കലാകായിക സാംസ്കാരിക രംഗത്തുള്ളവരും പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കും. പൊതുജനങ്ങൾക്കും ഗതാഗതത്തിനും തടസ്സമുണ്ടാക്കാതെ ചെറു പ്രകടനങ്ങളായാവും പ്രവർത്തകർ പൊതുസമ്മേളനത്തിനായി എത്തിച്ചേരുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ എറണാകുളം ജില്ലയിലെ പര്യടനത്തിന് പ്രൌഢോജ്വല സമാപനം. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 7 കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മറൈൻ ഡ്രൈവിലെ മഹാസമ്മേളനത്തോടെയാണ് എറണാകുളം ജില്ലയിലെ പര്യടനം സമാപിച്ചത്. കോടിയേരിയുടെ നേതൃത്വത്തിലുള്ള തെക്കൻ മേഖലാ ജാഥ ഇന്ന് തൃശൂരിൽ വടക്കൻ മേഖലാ ജാഥയുമായി സംഗമിക്കും.
LDF എറണാകുളം തൃക്കാക്കര തൃപ്പൂണിത്തുറ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത സ്വീകരണമാണ് മറൈൻ ഡ്രൈവിൽ ഒരുക്കിയത്. 10,000 അണിനിരന്ന മറൈൻ ഡ്രൈവ് മൈതാനിയിലേക്ക് ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണൻ പ്രവേശിച്ചപ്പോൾ കയ്യടികളോടെയും മുദ്രാവാക്യം വിളികളോടെയുമാണ് പ്രവർത്തകർ വരവേറ്റത്. കാശ്മീരിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ജാഥ ക്യാപ്റ്റനെ ബാലസംഘത്തിലെ കുരുന്നുകൾ വേദിയിലേക്ക് ആനയിച്ചു. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ നിശിതമായി വിമർശിച്ച കോടിയേരി സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ വിശദീകരിച്ചു. വ്യവസായം നടത്താൻ വരുന്നവർക്ക് സുരക്ഷിതമില്ല എന്നായിരുന്നു ഇവിടെ പ്രചരണം. എന്നാൽ സർക്കാർ തീരുമാനിച്ചു വ്യവസായത്തിന് ലൈസൻസ് കൊടുത്താൽ 3 മാസം കൊണ്ട് ലൈസൻസ് കിട്ടും. ആർക്കെങ്കിലും വല്ല തടസ്സവും ഉണ്ടെങ്കിൽ ആ തടസ്സം 3 മാസത്തിനുള്ളിൽ പരിഹരിച്ച് അനുമതി കിട്ടുന്നില്ലെങ്കിൽ, അനുമതി നിഷേധിക്കുന്നില്ലെങ്കിൽ അത് അനുമതി കിട്ടിയതായി കണക്കാക്കി വ്യവസായം തുടങ്ങാം. കഴിഞ്ഞ 27 എറണാകുളം ജില്ലയിൽ പ്രവേശിച്ച ജാഥ 3 ദിവസത്തിനിടെ 7 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് മറൈൻ ഡ്രൈവിൽ സമാപിച്ചത്. ഇന്ന് തൃശൂരിലെത്തുന്ന ജാഥ കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയുമായി സംഗമിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കടന്നാക്രമണങ്ങൾക്ക് കീഴ്പ്പെടില്ലെന്ന് പ്രഖ്യാപിച്ച് കാസർഗോഡ് പെരിയയിൽ CPM പൊതുയോഗം. മേഖലയിലെ പാർട്ടിയുടെ ബഹുജന അടിത്തറ വ്യക്തമാക്കുന്ന ജനപങ്കാളിത്തമാണ് പൊതുയോഗത്തിൽ ഉണ്ടായത്. പെരിയ കൊലപാതകത്തിന് പിന്നാലെ പാർട്ടിക്കെതിരെ നടക്കുന്ന നുണപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി കൂടുതൽ ശക്തിപ്പെടുമെന്ന് തെളിയിക്കുന്നതായിരുന്നു കാസർഗോഡ് പെരിയയിലെ CPIM പൊതുയോഗം. ഒരു കൂട്ടം മാധ്യമങ്ങളുടെ കുപ്രചാരണങ്ങളും കോൺഗ്രസ് ഭീഷണിയും അവഗണിച്ചാണ് ആയിരങ്ങൾ പൊതുയോഗത്തിന് എത്തിയത്. കാസർഗോഡ് പെരിയ കൊലപാതകത്തിന് പിന്നാലെ പാർട്ടിക്ക് നേരെ കടന്നാക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് നിലപാട് വിശദീകരിക്കാനായി CPIM പൊതുയോഗം സംഘടിപ്പിച്ചത്. പെരിയയിലെ ദൗർഭാഗ്യകരമായ സംഭവത്തിന്റെ പേരിൽ കള്ളപ്രചരണങ്ങൾ നടത്തി കേരളത്തിൽ നിന്നും CPIM-നെ മായ്ച്ചു കളയാമെന്ന് കരുതേണ്ടെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്കെതിരെ നടത്തിയ ഓരോ അതിക്രമങ്ങളും ജനങ്ങളുടെ മുന്നിലുണ്ട്. സമാധാനം പ്രസംഗിക്കുന്നവരുടെ കാപാലിക മുഖം ജനങ്ങൾക്കറിയാം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ എക്കാലത്തും ഈ പ്രസ്ഥാനത്തിന്റെ അടിവേറക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന തിരിച്ചറിവും മലയാളിക്കുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ടതില്ല. ഈ കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മായ്ച്ചു കളയുക എന്നതാണ് ലക്ഷ്യം. കോൺഗ്രസുകാർ നടത്തിയ കൊലപാതക പരമ്പരകൾ ചരിത്രരേഖകളിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ലെന്നും A. വിജയരാഘവൻ പറഞ്ഞു. P. കരുണാകരൻ MP, CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, MLA-മാരായ M. രാജഗോപാൽ, K. കുഞ്ഞിരാമൻ, മുൻ MLA KV കുഞ്ഞിരാമൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പൂ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഒരു കൂട്ടം മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ കുപ്രചരണങ്ങൾ ഈ മേഖലയിലെ പാർട്ടിയുടെ ജനകീയ അടിത്തറക്ക് നേരിയ പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പെരിയയിലെ CPIM-ന്റെ പൊതുയോഗം. പെരിയയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്. നിർമ്മാണം പൂർത്തീകരിക്കാതെ കൊല്ലം റെയിൽവേ 2ാം പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടത്താനുള്ള നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഉദ്ഘാടന നാടകമെന്ന് ആക്ഷേപമുണ്ട്. കവാടത്തിന്റെ ഗേറ്റ്, ടിക്കറ്റ് കൌണ്ടർ എന്നിവയുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തീകരിച്ചത്. ഈ ഘട്ടങ്ങളിലൊന്നും ഫലപ്രദമായ ഇടപെടൽ നടത്താത്ത ലോക്സഭാ അംഗം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ധൃതി കാട്ടി ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ അവിശുദ്ധ രാഷ്ട്രീയ കളിയും നടന്നിട്ടുണ്ടെന്നാണ് ആക്ഷേപം. 2ാം ടെർമിനലിന്റെ ഭാഗമായ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ പണിയും പൂർത്തീകരിച്ചിട്ടില്ല. സ്റ്റേഷനിലെ 5 പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ചാണ് മേൽപ്പാലം സ്ഥാപിക്കുന്നത്. എന്നാൽ സ്റ്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാം പ്ലാറ്റ്ഫോമുമായി മേൽപ്പാലത്തെ ബന്ധിപ്പിക്കുന്ന നിർമ്മാണമാണ് അവശേഷിക്കുന്നത്. മനസ്സിലാക്കുന്നത് 2ാം കവാടത്തിന്റെ പണി തുടങ്ങി അതൊരു പൂർണ്ണതയിലെത്തി എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. നമ്മൾ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ 2ാം കവാടം അതിന്റെ പ്രവർത്തനം നമുക്ക് കണ്ടാൽ അതും തമ്മിൽ വളരെ രാപോലെ വ്യത്യാസമുണ്ട്. ടിക്കറ്റ് കൗണ്ടർ അടിയന്തരമായിട്ട് ഉണ്ടാകും. ഇതൊന്നും അവിടെ ഇല്ല എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് ഒരു പൂർത്തീകരിച്ച് പൂർണ്ണമായി എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ലിഫ്റ്റിന്റെ നിർമ്മാണവും എങ്ങും എത്തിയില്ല. ഇതിനായുള്ള മെഷീനുകളും മറ്റ് ഉപകരണങ്ങളും 2ാം പ്ലാറ്റ്ഫോമിൽ നോക്കുകുത്തിയായി അവശേഷിക്കുകയാണ്. 40 ലക്ഷത്തിന്റെ എസ്കലേറ്ററിന്റെ പണി എന്ന് യാഥാർത്ഥ്യമാകുമെന്നും അധികൃതർക്ക് ഉറപ്പില്ല. ഫലത്തിൽ പണി പൂർത്തീകരിച്ചത് ടെർമിനലിന്റെ ഗേറ്റ് മാത്രമാണ്. വസ്തുത ഇതായിരിക്കെ ഞായറാഴ്ച നടക്കുന്ന ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് പ്രചാരണമായി മാറും. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ തങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഒന്നും അറിയില്ലെന്നാണ് കൊല്ലം സ്റ്റേഷൻ അധികൃതരുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. കന്യാകുമാരിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. വൈ ഗോപാലസ്വാമി നയിക്കുന്ന മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം പ്രവർത്തകരാണ് കന്യാകുമാരിയിലെ കാവൽ കിണറിന് സമീപം കരിങ്കൊടി കാണിച്ചത്. വിവരമറിഞ്ഞ് ബിജെപി പ്രവർത്തകർ സ്ഥലത്തെത്തുകയും പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു. സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിവീശി വൈ ഗോപാലസ്വാമി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കി. കോൺഗ്രസ് ലീഗ് മൂന്നാം സീറ്റ് സംബന്ധിച്ച തർക്കത്തിന് ഉഭയകക്ഷി ചർച്ചയിലും പരിഹാരമായില്ല. സീറ്റ് വിഷയം 6-ാം തീയതി പാണക്കാട് നടക്കുന്ന ലീഗ് യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് ലീഗ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. കോൺഗ്രസ് ലീഗ് സീറ്റ് തർക്കം ഉഭയകക്ഷി ചർച്ചയിലും തീരുമാനമാകാതെ പിരിഞ്ഞു. ന്യായീകരണമില്ലാത്ത ഒരു കാര്യവും ലീഗ് ഉന്നയിക്കാറില്ലെന്നാണ് ഇരുകക്ഷി നേതാക്കളും ചേർന്ന ചർച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. അല്ല, ന്യായമല്ലാത്ത ആവശ്യങ്ങൾ വല്ലതും പാർട്ടി പറയും. പാർട്ടി കമ്മിറ്റിയിലേക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് അതിനുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. സീറ്റ് വിഭജനം സംബന്ധിച്ച് 6-ാം തീയതി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ലീഗ് യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാവുമെന്നാണ് ഇരു പാർട്ടി നേതാക്കളും പറഞ്ഞത്. 3-ാം സീറ്റ് എന്ന ലീഗിന്റെ അവകാശവാദം കുറച്ചൊന്നുമല്ല യു.ഡി.എഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് സീറ്റ് തർക്കവും മുന്നണിയെ വലയ്ക്കുകയാണ്. ഈ മാസം 3-ാം തീയതി കേരള കോൺഗ്രസ് യോഗം ചേരും. 4-ാം തീയതി കോൺഗ്രസ് നേതാക്കളും യോഗം ചേരും. ഈ യോഗങ്ങൾക്ക് ശേഷമാവും സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നാണ് രമേശ് ചെന്നിത്തല അറിയിച്ചത്. അതേസമയം ഒരുപാട് ഓപ്ഷനുകൾ തങ്ങൾക്കുണ്ടെന്നായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. 2 പ്രാവശ്യമായിട്ട് നടന്ന ചർച്ചയിൽ ഒരുപാട് ഓപ്ഷൻസും പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പാർട്ടി ഹൈപവർ കമ്മിറ്റി ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി പ്രസിഡന്റ് അപ്രൂവലോടുകൂടി ഞങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കും. യു.ഡി.എഫിലെ സീറ്റ് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നണിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന യു.ഡി.എഫ് നേതൃമോഹവും ആദ്യ ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ പൊളിയുകയാണ്. പി.വി. ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാസർകോട്ടെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ തുളു ഭവൻ നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നു. കേരള തുളു അക്കാദമി മഞ്ചേശ്വരത്ത് നിർമ്മിക്കുന്ന തുളു ഭവന്റെ ശിലാസ്ഥാപനം സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. ഭാരത സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടാലേ രാജ്യം തന്നെ നിലനിൽക്കുകയുള്ളൂ എന്ന് സ്പീക്കർ പറഞ്ഞു. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണ് മഞ്ചേശ്വരത്തെ കേരള തുളു അക്കാദമി. 2006 വി.എസ്. അച്യുതാനന്ദൻ സർക്കാരാണ് തുളു അക്കാദമി ആരംഭിച്ചത്. അന്നത്തെ മഞ്ചേശ്വരം എം.എൽ.എ. സി.എച്ച്. കുഞ്ഞമ്പുവാണ് ഇതിന് മുൻകൈയെടുത്തത്. കഴിഞ്ഞ യു.ഡി.എഫ് ഭരണത്തിൽ അക്കാദമി പ്രവർത്തനം സമ്പൂർണമായും നിശ്ചലമായിരുന്നു. അക്കാദമി ആസ്ഥാനമായ മഞ്ചേശ്വരം ദുർഗിപ്പള്ളയിൽ 1 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന തുളുഭവനത്തിന്റെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാകും. തുളുഭാഷ, കലകൾ, സംസ്കാരം എന്നിവ സംബന്ധിച്ച ഗവേഷണങ്ങളും അവയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കലുമാണ് അക്കാദമിയുടെ ലക്ഷ്യം. തുളുഭവൻ നിർമ്മാണോദ്ഘാടനം സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. വിവിധ സംസ്കാരങ്ങളുടെ സമന്വയമാണ് ഇന്ത്യയുടെ കരുത്തും ഐക്യവുമെന്ന് ചൂണ്ടിക്കാട്ടിയ സ്പീക്കർ ഈ സംസ്കാരങ്ങളുടെ ഒരു അരുവിയുടെയും ഒഴുക്ക് തടയപ്പെടരുതെന്ന് പറഞ്ഞു. പല ഭാഗത്തു നിന്നുള്ള പല തരത്തിലുള്ള അറിവുകളുടെ ഒരു ഒഴുക്കിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു അരുവി അടച്ചാൽ അത് ഒഴുക്കിനെ തടസ്സപ്പെടുത്തണം, അത് നൈസർഗികത ഇല്ലാതാക്കണം. തുളുവിന് നേരെ നമ്മൾ കണ്ണടക്കുന്നു പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ധാരയ്ക്ക് നമ്മൾ തടസ്സം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് സംസ്കാരത്തിന്റെ ധാരകളെ തടസ്സമില്ലാതെ ഒഴുകാനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന ഒരു സമൂഹമാണ് ജനാധിപത്യ സമൂഹം എന്ന് പറയുന്നത്. പി. കരുണാകരൻ എം.പി. ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തുളു മലയാള ഭാഷാ നിഘണ്ടു രചയിതാവ് ഡോക്ടർ എ.എം. ശ്രീധരൻ, തുളുഭാഷാ ഗവേഷക ലക്ഷ്മി ജി. പ്രസാദ്, തുളു സാഹിത്യകാരൻ മലർ ജയറാമനെ പ്രതിനിധീകരിച്ച് മകൾ സായി ഭദ്ര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കെ. കുഞ്ഞിരാമൻ എം.എൽ.എ., അക്കാദമി ചെയർമാൻ ഉമേഷ് എം. സാലിയാൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൽ.ഡി.എഫിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയായി. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, സി. ദിവാകരൻ എം.എൽ.എ., സിപിഐ ജില്ലാ സെക്രട്ടറി ജി.ആർ. അനിൽ എന്നിവരാണ് പട്ടികയിൽ. 3-4 തീയതിയിൽ ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അന്തിമ തീരുമാനമാകും.
6 ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള ചെറിയ സംസ്ഥാനമാണ് ജമ്മു കശ്മീർ. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഇന്ത്യ പാക് അതിർത്തി സംസ്ഥാനമായ ജമ്മു കശ്മീരായിരിക്കും. പുൽവാമ സ്ഫോടനവും വിഘടനവാദവും രാജ്യത്തിന്റെ തെക്കേ അറ്റമായ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും രാഷ്ട്രീയത്തിൽ പോലും സ്വാധീനമുണ്ടാക്കും. നാഷണൽ കോൺഫറൻസും PDPയുമാണ് ജമ്മു കശ്മീരിൽ പരസ്പരം ഏറ്റുമുട്ടുന്നതെങ്കിലും ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിച്ച് BJP സജീവമാണ്. ബാരാമുള്ള, ശ്രീനഗർ, അനന്ത്നാഗ്, ലഡാക്ക്, ഉധംപൂർ, ജമ്മു എന്നിവയാണ് ജമ്മുകാശ്മീരിലെ ലോക്സഭാ മണ്ഡലങ്ങൾ. പാകിസ്ഥാനുമായുള്ള തർക്കത്തിലെ കേന്ദ്രബിന്ദുവായ ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയവും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമാണ്. മെഹബൂബ മുഫ്തി നേതൃത്വം നൽകുന്ന PDPയും ഒമർ അബ്ദുള്ള നേതൃത്വം നൽകുന്ന നാഷണൽ കോൺഫറൻസുമാണ് മുഖ്യ എതിരാളികൾ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെഹബൂബ മുഫ്തിയും BJPയും സഖ്യമായി മത്സരിച്ചു. 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ജമ്മു മേഖലയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ BJPക്കായി. ശ്രീനഗർ മേഖലയിലെ ബാരാമുള്ളയിൽ മെഹബൂബ മുഫ്തിയുടെ PDP വിജയിച്ചു. ശ്രീനഗറും അനന്ത്നാഗും ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും നേടിയെടുത്തു. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംയുക്തമായി മത്സരിച്ച PDPയും BJPയും ഭരണം നേടിയെങ്കിലും നീണ്ടുനിന്നില്ല. ഇരുവരും പിണങ്ങിപ്പിരിഞ്ഞതിനു പിന്നാലെ നിത്യശത്രുവായ നാഷണൽ കോൺഫറൻസുമായി PDP സഖ്യമുണ്ടാക്കി. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുന്നതിന് തൊട്ടുമുമ്പ് BJP നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഗവർണർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. നിലവിൽ സർക്കാരില്ല. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാശ്മീരികളെ ബുദ്ധിമുട്ടിക്കുന്നു. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ ചട്ടം എടുത്തുമാറ്റാനുള്ള BJP താൽപര്യം കൂടുതൽ പ്രക്ഷോഭങ്ങളാണ് സംസ്ഥാനത്തുണ്ടാക്കുന്നത്. ഇതിനിടയിൽ രാജ്യത്തെ ഞെട്ടിച്ച് പുൽവാമ സ്ഫോടനവും ഉണ്ടായതോടെ കാശ്മീർ യുദ്ധമേഖലയായി മാറി. സ്കൂളുകളും ഓഫീസുകളും അടഞ്ഞു. ബങ്കറുകളിൽ അഭയം തേടേണ്ട ഒരു ജനതയായി കാശ്മീരികൾ മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രീയ ലക്ഷ്യം കാണാതെയാണ് KPCC പ്രസിഡന്റ് നയിച്ച ജനമഹായാത്ര സമാപിച്ചത്. യാത്രയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാനാകാത്ത കമ്മിറ്റികൾ പിരിച്ചുവിട്ടും കോൺഗ്രസ് നിലപാടുകൾ വ്യക്തമാകാനാകാഞ്ഞതും യാത്രയ്ക്ക് തിരിച്ചടിയായി. പങ്കാളിത്ത കുറവുകൊണ്ട് സമാപന സമ്മേളന വേദി പോലും മാറ്റേണ്ടി വന്നു. കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ പോലും ഒരു പ്രതിഫലനവും സൃഷ്ടിക്കാതെയാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ ജനമഹായാത്ര സമാപിച്ചത്. KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് മുല്ലപ്പള്ളി യോഗ്യനാണോ എന്ന ചോദ്യമാണ് യാത്ര തിരുവനന്തപുരത്ത് അവസാനിച്ചപ്പോൾ ബാക്കിയാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും പ്രവർത്തന ഫണ്ട് ശേഖരണവും ലക്ഷ്യമിട്ട് നടത്തിയ യാത്ര പല ജില്ലകളിലും പ്രവർത്തകരുടെ പ്രാതിനിധ്യമില്ലാതെ അപഹാസ്യമായി. പരിപാടിയിൽ സഹകരിക്കാത്ത പല മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളെയും പിരിച്ചുവിട്ടാണ് യാത്ര തലസ്ഥാന നഗരിയിൽ എത്തിയത്. 1 ലക്ഷത്തിലധികം ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള പുത്തരിക്കണ്ടം മൈതാനമാണ് സമാപന സമ്മേളനത്തിന് ആദ്യം തെരഞ്ഞെടുത്തതെങ്കിലും യാത്രാ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രവർത്തകർ ഇല്ലാതായതോടെ സമാപന സമ്മേളനം കേവലം 5000 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഗാന്ധി പാർക്കിലേക്ക് മാറ്റേണ്ടി വന്നു. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാനല്ലാതെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ ചോദ്യം ചെയ്യാൻ പോലും മുല്ലപ്പള്ളിക്കായില്ല. ശബരിമല വിഷയത്തിൽ ആദ്യം 2 നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന്റെ യഥാർത്ഥ ശബരിമല നിലപാടെന്തെന്ന് യാത്രയിലും വിശദീകരിക്കാൻ മുല്ലപ്പള്ളിക്കായില്ല. കാസർഗോഡ് കൊലപാതക വിഷയത്തിൽ പല ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതും ജനം തള്ളിക്കളഞ്ഞതോടെ യാത്ര ത്രിശങ്കുവിലായി. മുല്ലപ്പള്ളിയുടെ യാത്ര അനന്തപുരിയിൽ സമാപിച്ചപ്പോൾ യാത്ര ലക്ഷ്യം കണ്ടില്ല എന്നതിനപ്പുറം പാർട്ടിക്കുള്ളിലെ പിന്തുണ കൂടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന KPCC പ്രസിഡന്റിന് നഷ്ടമായി എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിക്കായി ആദി ബാൻഡ് ഷഫീന ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന ബാലഭവന്റെ ശിലാസ്ഥാപന കർമ്മം മന്ത്രി ശൈലജ ടീച്ചർ നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ 1000 ദിവസങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ആദി ബാൻഡ് ഷഫീന ഫൗണ്ടേഷൻ അത്യാധുനിക സൌകര്യങ്ങളോട് കൂടിയ ബഹുനില മന്ദിരം നിർമ്മിച്ചു നൽകുന്നത്. നിലവിൽ 6 വയസ്സുവരെയാണ് ശിശുക്ഷേമ സമിതിയിൽ കുട്ടികളെ പരിചരിക്കുന്നത്. എന്നാൽ 18 വയസ്സുവരെ കുട്ടികളെ പരിചരിക്കുവാനും നിർത്തി പഠിപ്പിക്കുവാനും വേണ്ടിയാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷയുമായി സംസ്ഥാനത്തെ ആദ്യ റൈസ് ടെക്നോളജി പാർക്കിന് പാലക്കാട് തറക്കല്ലിട്ടു. നെല്ലിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റി കർഷകർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാർക്ക് സ്ഥാപിക്കുന്നത്. സംസ്ഥാന ബജറ്റ് കഴിഞ്ഞ് 1 മാസം പിന്നിടുമ്പോഴാണ് പ്രഖ്യാപനം വാക്കിലൊതുക്കാതെ റൈസ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. നെൽകർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്ന തരത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് 26% ഓഹരിയാണുള്ളത്. പാലക്കാട് കിൻഫ്ര പാർക്കിൽ സ്ഥാപിക്കുന്ന റൈസ് ടെക്നോളജി പാർക്കിന്റെ ശിലാസ്ഥാപനം മന്ത്രി EP ജയരാജൻ നിർവഹിച്ചു. ഭാഗമായിട്ട് നെല്ല് സംഭരണം, കുത്തിയരിയാക്കൽ, അതിന്റെ വിതരണം
ഇത് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു വൻകിട പ്രോജക്റ്റാണ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയ സംവിധാനമല്ല, വലിയ തരത്തിലുള്ള സംവിധാനമാണ് പാലക്കാട് കഞ്ചിക്കോട് ഈ വ്യവസായ പാർക്ക്. ഇത് തന്നെയാണ് ഭാരതപ്പുഴയുടെ തീരത്ത് ചേലക്കര മണ്ഡലത്തിൽ തൃശ്ശൂരും. ഇത് രണ്ടും ഇന്ന് തറക്കല്ലിടുക എന്ന് പറയുന്നത് പഴയ കാലത്ത് തറക്കല്ലിനെ കുറിച്ചായിരിക്കും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതല്ല ഇത് തറക്കല്ലിട്ടാൽ ആ തറക്കല്ല് ആരംഭിക്കും, അത് പൂർത്തിയാകും. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. 1 കിലോ അരിയെടുത്ത് അവലുണ്ടാക്കിയാൽ, 1 കിലോ എടുത്ത് പൗഡർ പുട്ടുപൊടി ഉണ്ടാക്കിയാൽ, അങ്ങനെ ഓരോന്നുണ്ടാക്കിയാൽ കിട്ടുന്ന ലാഭം എന്തിന് നെല്ലിൽ നിന്ന് വൈന് വരെ ഉണ്ടാക്കുക. അതുണ്ടാക്കിയാൽ കിട്ടുന്ന ആ ലാഭത്തിൽ ഒരു വിഹിതം കൃഷിക്കാരൻ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ നീട്ടുന്നില്ല. ബജറ്റ് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാടിന് പുറമെ ആലപ്പുഴ, തൃശൂർ ജില്ലകളിലും റൈസ് പാർക്ക് സ്ഥാപിക്കും. റൈസ് ടെക്നോളജി പാർക്കുകളിലൂടെ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി സപ്ലൈകോയിലൂടെ കൺസ്യൂമർ ഫെഡിലൂടെയും വിപണിയിലെത്തിക്കും. നെല്ലിൽ നിന്നും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനും ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രളയത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള വീടുകൾ കുട്ടനാട്ടിൽ ഉയർന്നു തുടങ്ങി. പ്രളയത്തിൽ തകർന്ന വീടുകളുടെ സ്ഥാനത്താണ് ഇരുമ്പ് തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന പുതിയ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പ്രളയാനന്തര കുട്ടനാടിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വീടുകൾ ഒരുങ്ങുന്നത്. കുട്ടനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രളയ ദുരന്തങ്ങൾ കണക്കിലെടുത്താണ് പുതിയ വീടുകളുടെ നിർമ്മാണം. ഭൂനിരപ്പിൽ നിന്നും 1.2 മീറ്റർ ഉയരത്തിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടനാട്ടിലെ മണ്ണിന്റെ ഘടന കണക്കിലെടുത്തുകൊണ്ടാണ് നിർമ്മാണം. കോൺക്രീറ്റ് ചെയ്ത പ്രതലത്തിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന വലിയ സ്റ്റീൽ തൂണുകളിലാണ് വീട് ഉയർത്തിയിരിക്കുന്നത്. കോൺക്രീറ്റ് പാനലുകളും സിമന്റ് ബോർഡുകളും ഉപയോഗിച്ച് 30 ദിവസം കൊണ്ട് ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. പ്രളയത്തിൽ വീട് തകർന്ന വടക്കൻ വെളിയനാട് രമണിക്കാണ് ആദ്യ വീടിന്റെ താക്കോൽ കൈമാറിയത്. അവരെല്ലാരും കൂടെ കൂടി കമ്പനിയിൽ ഞങ്ങൾക്ക് തന്നതിൽ 100 നന്ദി. പ്രളയാനന്തര കുട്ടനാടിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി KMF ഗ്രൂപ്പാണ് 8 ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ച് നൽകുന്നത്. ബേസിക്കലി സ്റ്റീൽ കോൺസെപ്റ്റാണ്. സ്റ്റീലാണ് ബേസിക്കലി ഇതിന്റെ സ്ട്രക്ചറൽ എലമെന്റ്സ്. ഇതിന്റെ വേറൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇതൊരു 475 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഒറ്റ ട്രക്ക് ലോഡിന് ഇതിന്റെ ഫുൾ മെറ്റീരിയൽ സൈറ്റ് വരും. ഒറ്റ ട്രക്ക് ലോഡിന് ഇതിന്റെ വിതിൻ 30 ഡേയ്സ് നമുക്ക് ഇത് ഇറക്കിയാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അതേസമയം ഒട്ടും ടെമ്പററി നേച്ചർ ഇല്ല. ഇത് വളരെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അടുക്കളയും 2 കിടപ്പുമുറികളും ഉൾപ്പെടെ 475 അടി ചതുരശ്ര വിസ്തീർണത്തിൽ 8 ലക്ഷം രൂപ മുടക്കിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7 വരെ രേഖപ്പെടുത്താവുന്ന ഭൂകമ്പത്തെ വരെ ചേർത്ത് നിൽക്കാനുള്ള ശേഷി വീടിന്റെ ഇരുമ്പ് തൂണുകൾ കൊണ്ടെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.